Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമുക്കൊരു സ്പെഷ്യൽ കറി ചെയ്യാം, ദാറ്റ് ഇസ് 2 in 1. അതായത് നമുക്ക് ടിക്ക ആക്കണമെങ്കിൽ ആക്കാം, അതല്ല തന്തൂരി ചിക്കനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ തന്തൂരി ചിക്കൻ ആണെന്നല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം. എനിക്കും ഇഷ്ടം തന്തൂരി ദാൻ അൽഫാം എന്നുള്ളൂ. അതെന്ന് വെച്ചാൽ തന്തൂരിക്കകത്ത് കുറച്ചുകൂടെയൊക്കെ ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കുവേ. മറ്റേ ചിക്കനൊക്കെ അൽഫാമൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഉള്ളതാണ് ഇഷ്ടം. അപ്പം ഇന്ന് നമ്മളിത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ കറി ആക്കണമെങ്കിൽ കറി ആക്കുകയും ചെയ്യും, അതല്ല തന്തൂറായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഏത് വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. പുകച്ച ഒരു ചൊവ വേണമല്ലോ, സ്മോക്കി ടേസ്റ്റ് എന്ന് പറയും. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാ ചെയ്യും, നമ്മുടെ ഈന്തുപ്പില്ലേ അതാ ബ്ലാക്ക് സോൾട്ട് ഞാൻ അങ്ങ് ഇടും. അപ്പം എന്നാന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാ ബെറ്റർ. അതല്ല ഇനി നമുക്ക് എന്നാ പറയുക പുകച്ച് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല കൽക്കരിയൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ നമുക്കപ്പോൾ അത്രയും ആവശ്യവുമില്ല, ഒരു കരിക്കട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അത് നല്ല ചൂടാക്കി വെച്ച് നെയ്യ് ഒഴിച്ച് ഈ കംപ്ലീറ്റ് അടച്ചു വെക്കുവാണെങ്കിൽ ഒരു സ്മോക്കി ടേസ്റ്റ് വരും. പണ്ടൊക്കെ ആണെങ്കിലും എപ്പോഴും പറയുവല്ലേ ഞാൻ പുകഞ്ഞതാരും തിന്നുവല്ലാന്ന്. ഇപ്പം പക്ഷെ പുകഞ്ഞതാ തിന്നുന്നത്, എന്നാ ചെയ്യാൻ നോക്കും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നൊക്കെ പറഞ്ഞ പോലെ, പക്ഷേ ഹെൽത്തി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഓടാം, അതല്ലേ ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി അല്ലെന്നുണ്ടെങ്കിൽ ഓടാനൊക്കെ ഒക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നൊക്കെ നോക്കാവേ. ഫസ്റ്റ് തന്തൂരി ചിക്കൻ പുരട്ടാനുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര, പുളിയില്ലാത്ത തൈര ബെസ്റ്റ് കേട്ടോ. കാര്യം ഒരുപാട് പുളി എനിക്ക് ഈവൻ ഏത് കറിയിലാണേലും പിടിക്കുകയില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ. എരിവ് വേണ്ടിയുള്ളവർക്ക് മറ്റേ മുളക് പൊടിയും കൂടെ, അതായത് എരിവുള്ള മുളക് പൊടിയും കൂടെ ഇടാം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് ബ്ലാക്ക് സോൾട്ട്. ഇതിന് കുറച്ച് ടേസ്റ്റ് അതുകൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല മതി. പിന്നെ ഇച്ചിരി നാരങ്ങാനീര്, തൈരും ചേർക്കുന്നുണ്ട് നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോണം. അത് നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുളി ഉള്ള തൈര് അധികം വേണ്ടാന്ന്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് കടുകെണ്ണ ചേർക്കും, അല്ല ചിലർ എള്ളെണ്ണ ചേർക്കുന്നതുകൊണ്ട് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലേ ചേർക്കത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗ്രേവി ചെയ്യുമ്പോഴും സൺഫ്ലവർ ഓയിൽ ചെയ്യാം. പക്ഷേ നമ്മുടെ ചിക്കൻ വറക്കുമ്പോൾ ഉണ്ടല്ലോ സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് നമ്മൾ അതിനെ വറക്കുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രേവിക്ക് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് പട്ട എന്ന് പറയുമ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കഷ്ണം മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്ക, ഒരു 3-4 എണ്ണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു, കുറച്ച് മീൻസ് എപ്പോഴും ഞാൻ ഗ്രാമ്പു പട്ട ഏലക്കായൊക്കെ ഒരു 3-4 എണ്ണേ കണക്ക് വരുവുള്ളേ. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, ഒരു 1 കിലോ ചിക്കൻ ആണെങ്കിൽ അറിയാമല്ലോ 1.5 സ്പൂൺ ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ ഇത് ഒരു 3 സവാള എന്താ പറയുക, ഒരു ക്രഷ് ചെയ്തെടുത്ത, അരിഞ്ഞതും അല്ല എന്നാൽ കുറച്ച് നമ്മൾ ചതച്ചെടുത്തതാണ്. അരിയാൻ മടിച്ചിട്ടാണ് കൂട്ടിക്കോ. അതായത് എല്ലാ സവാളയും കൂടെ മിക്സിയിലിട്ടേച്ച് ചെയ്യരുത്, ഒന്ന് ക്രഷ് ചെയ്ത് ഓരോ സവാള വീതം ക്രഷ് ചെയ്തെടുത്താൽ മതി. അന്നേരം നമുക്കൊന്ന് വഴറ്റാനും എളുപ്പമുണ്ട്. പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരിയ, അത് ഒരു 2-3 തക്കാളി എടുത്തേച്ച് ഒന്ന് അടിച്ചെടുത്തേക്കോ. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ്, കെച്ചപ്പ് ഒന്നും അധികം ചേർക്കല്ലേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ഉപ്പ്. ഇതിപ്പോൾ സാധാ ഉപ്പ് എടുത്തേക്കുന്നത് നമ്മൾ, പക്ഷേ ചിക്കനകത്തോട്ട് ബ്ലാക്ക് സോൾട്ട് ചേർക്കുന്നതുകൊണ്ടുണ്ടല്ലോ ആ ബ്ലാക്ക് സോൾട്ടിന് സാധാ ഉപ്പിനേക്കാട്ടിലും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം അതൊന്ന് നോക്കിയേച്ച് വേണം ചേർക്കാൻ. ചിക്കനിനകത്ത് നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ്. അപ്പോൾ ഗ്രേവിയിൽ ഒരു ഇച്ചിരി ചേർത്താൽ മതി. ചേർത്തതിന് ശേഷം ചിക്കനും കൂടി ഇടുമല്ലോ ഗ്രേവിയിലേക്ക്, എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തുടക്കം തൈര് വേണ്ട, ഫസ്റ്റ് മഞ്ഞപ്പൊടി തുടങ്ങുന്നല്ലേ ഒരു ഐശ്വര്യം. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഐശ്വര്യമായിട്ട് നമുക്ക് തൈര്,
പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി കാശ്മീരിയും മറ്റേതും ചേർക്കുവാണെങ്കിൽ 50-50 ബേസിസ് ചേർത്തോണേ. ഇപ്പം ഞാൻ ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് രണ്ടിനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മതി. പേസ്റ്റ് വാങ്ങിയതാ, അപ്പോൾ ഒരു ഇച്ചിരിയേ ചേർക്കത്തുള്ളൂ. ഇനി ചേർക്കാനുള്ളത് കുറച്ച് നാരങ്ങ നീര്, അതായത് ഒരു നാരങ്ങയുടെ 1/2 മുറി മാത്രം മതിയേ. തൈര് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഇന്ദുപ്പ്. ഇത് ചേർക്കുമ്പോഴും നോക്കിക്കോണം, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നതിനകത്തും ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ നല്ലെണ്ണ കടുകെണ്ണ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കംപ്ലീറ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ശരിക്കും തന്തൂരി എൻ്റെ കയ്യിൽ ശരിക്കും ആ ഒരു എണ്ണ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്രാവശ്യം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിക്കാവേ. അതിൻ്റെ എനിക്കിഷ്ടം അതായതുകൊണ്ടാണ്. പക്ഷേ റിയലി അതിനകത്ത് അവർ ഒഴിക്കുന്നത് ഈ കടുകെണ്ണയോ നല്ലെണ്ണയോ ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എപ്പോഴും ചിക്കൻ നമ്മളത് മാരിനേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു തലേന്നേ പുരട്ടി വെക്കുവാണെങ്കിൽ നല്ലതാണ്. എപ്പോഴും സമയം ചിക്കന് കൊടുക്കുന്ന ഒത്തിരി നല്ല കാര്യം. ചിക്കനകത്തോട്ട് നമ്മൾ തൈരെല്ലാം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ ഈ തൈരും നാരങ്ങയും എല്ലാം സഹായിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം ചിക്കനെ പിടിക്കാനും നല്ലതാണ്. അപ്പോൾ അതല്ലേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുന്നത്, കുറച്ച് ജ്യൂസി ആവും. ഇതിപ്പോൾ പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി കാശ്മീരി ഇട്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൽ കാണിക്കുന്ന പോലെ കിട്ടുകയില്ല. കാര്യം എന്നാന്ന് പറഞ്ഞുതരാം, ഇതിനാ നിറം കിട്ടാത്ത എന്നാന്ന് വെച്ചാൽ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് കളർ ചേർത്തേച്ച് ചെയ്യുവാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ വരും. ഇനി നല്ല എരിവ അഥവാ വേണമെന്ന് തോന്നുവാണെങ്കിൽ മുളക് പൊടി എരിവുള്ളത് ഇട്ടേച്ചുണ്ടല്ലോ, ഒരു ഇച്ചിരി കളറൂടെ ചേർത്തേച്ചാൽ മതി. ആക്ച്വലി ഇത് കുറേ സമയം ഒന്ന് ഇരിക്കണം, എന്നാൽ മാത്രമേ ഇത് അതിൻ്റെ ആ ഗ്രേവിയിലോട്ട് കംപ്ലീറ്റ് എല്ലാം ഒന്ന് ആവത്തുള്ളൂ. പക്ഷെ എന്നാ ചെയ്യാനാ അല്ലേ, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ കൈ കഴിയേച്ച് വന്ന് നമുക്കിത് വറുക്കാനായിട്ടിടാം. അല്ല എന്നാ ചെയ്യാൻ നോക്കും. ഇനിയാന്നു നമ്മൾ ഗ്രേവി ഇപ്പം ചെയ്യത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ചിക്കനകത്തൊന്നും മസാല പിടിച്ചിട്ടില്ല എന്നുള്ളത്. അറിയാമല്ലോ, ഒരു ഓവർനൈറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ ഒരു 1 hour മിനിമം, അല്ലേ പോട്ടെ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കാതിരുന്നേച്ച് ചിക്കൻ കയറി വറുത്താൽ അതിനകത്തൊന്നും പിടിക്കുമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ പിന്നെ ഒരു സമാധാനം എന്നാണെന്നറിയാമോ, നമ്മൾ പുരട്ടിയിരിക്കുന്ന മസാല കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. അന്നേരം നമ്മൾ കറിയിലോട്ടാക്കുമ്പോൾ ഈ മസാലയും കംപ്ലീറ്റ് കറിയിലോട്ട് വരും. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, ഏതാ ചിക്കനകത്ത് പുരട്ടിയതൊന്നും വെളിയിൽ പോവുകയല്ല. അതുകൊണ്ട് നമുക്കങ്ങ് വറുക്കാവേ. ഈ വറുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബട്ടറും എണ്ണയും എല്ലാം കൂടെ തേച്ച് നമുക്ക് വറുക്കാനിടാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനേന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഫാറ്റ് ഇറങ്ങും. ആ ഫാറ്റിൽ കിടന്ന് മൂത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാ നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷേ ഈ സമയത്ത് നമുക്ക് ഒട്ടും നേരമില്ലാത്ത നേരത്ത് നമുക്ക് അതിനുള്ള നേരമുണ്ടോ? ഇല്ല. അന്നേരം പിന്നെ എന്നായും ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് നമുക്കങ്ങ് ഇച്ചിരി എടുത്തോളൂ, ഒത്തിരി അങ്ങ് ഇടുകയില്ല. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ബട്ടർ ഇടാം. ഓക്കെ, തീ ഒന്ന് നല്ല കുറച്ച് വെച്ച് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇതിനകത്തോട്ട് ഇടാവേ. ചിക്കൻ വേവാനൊന്നും നിൽക്കണ്ട, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് 2 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് സെക്കൻഡിൻ്റെ അത്രയും മൂത്തിട്ടില്ല, പക്ഷെ എന്നാലും സെക്കൻഡ് കുറച്ച് മൂത്തിട്ടുണ്ട്. പക്ഷെ ഈ എണ്ണ എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ട്, എന്നാലും ഞാനത് ഉപയോഗിക്കാം. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇച്ചിരി ഈ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിക്കോട്ടെ. ഇതിനകത്ത് മാറ്റി വെച്ചേക്കുന്ന ഒരു പീസ് എന്നാന്ന് വെച്ചാൽ അത് കരളാ. അന്നേരം ഇതിനകത്തോട്ട് ഇടുവാന്നേൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനായിട്ട് വെച്ചേക്കുക.
ഓക്കെ, ഇനി ഈ എന്താ പറയുക, നമ്മൾ വറുത്തെടുത്ത പാന് ഞാൻ അത് മാറ്റുന്നില്ല. അതിനകത്ത് എണ്ണ ഒട്ടും കളയണ്ട. ഈ ഉള്ളി ഒന്നിട്ട് ഒന്ന് പുരട്ടി എടുക്കാവേ. ഓക്കെ, ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എനിക്ക് ആ മസാലയും നമ്മൾ ചേർത്തേക്കുന്ന ബട്ടറും എല്ലാം ഒന്നും വെറുതെ കളയണ്ടായല്ലോ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേവി ചെയ്യണം. അതിനുള്ള അടുപ്പിൽ ഇനി പാത്രം വയ്ക്കാം. ഇതിനകത്തോട്ടും ഇതേപോലെയാന്നു നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ കടുകെണ്ണയോ നല്ലെണ്ണ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ കടുകെണ്ണ ഇടുമ്പോഴത്തേക്ക് ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തന്തൂരി നമ്മൾ നോർത്തിലൊക്കെ കഴിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ നമ്മൾ പുരട്ടി വറുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതിനെ ഒന്ന് ഗ്രില്ലാക്കി എടുക്കാമെങ്കിൽ ശരിക്കും നമ്മൾ തന്തൂരി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഒന്ന് വേവിച്ചേച്ച്, അതായത് ഈ മസാല ഒന്ന് അടുപ്പിൽ വെച്ച് നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിക്കുകയല്ലേ, വേവിച്ചേച്ച് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ഭയങ്കര നല്ലതാണ്. ചുട്ടെടുക്കാൻ മീൻസ് ബട്ടറിൽ തന്നെ നമ്മൾ മുരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ. അതല്ല, ചുട്ടെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചുട്ടെടുക്കുമ്പോൾ ഉണ്ടോ പ്രശ്നം എന്താണെന്നറിയോ? ഞാനൊരു കാര്യം പറയാം. കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ മാംസം തന്നെ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവേ. ഈ കരിയുന്നത് തിന്നുന്ന അത്ര നല്ലതല്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചേച്ച്, ബട്ടർ ആകുമ്പോൾ സേഫാ, ടേസ്റ്റാ, നല്ലൊരു ഹെൽത്തി ഫാറ്റാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ എന്നത്തിനാണ് നമ്മൾ ഈ ചൂടാനും കരിക്കാനും ഒക്കെ പോകുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, ഇനി എണ്ണ ചൂടായിട്ട് അതിന് ചൂടാവുന്ന സമയം കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. അന്നേരം പിന്നെ ഈ എണ്ണ ചൂടാവുന്ന ഒരു സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചൂടാവുന്ന സമയം നമുക്ക് ആ സ്പൈസസ് ഒക്കെ ചേർക്കാം. ഫസ്റ്റ് ഒരു കഷ്ണം പട്ട. ഇത് മെലിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട്. പിന്നെ വേണ്ടിയത് ഒരു 2-3 ഏലക്ക, ഗ്രാമ്പു. ഇനി എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നേരത്തെ ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയിൽ ഇതിനകത്തോട്ട് ഇടുക. ഇതിന്റെ കൂടെ തന്നെ മൊരിയാനുള്ളതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കണേ. അപ്പൊ അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. 1.5 ടീസ്പൂൺ വീതമാണേ. നമ്മൾ ചിക്കനേൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ എല്ലാം മൊത്തത്തിലാണ് നമ്മുടെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് 1.5 ടീസ്പൂൺ വരുന്നത്. ഇതും നല്ലതായിട്ട് ഒന്ന് മൂക്കണം. മൂക്കുക മീൻസ് നല്ല വഴറ്റണം. അവരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ശരിക്കും ഒരുപാട് എണ്ണ ഒഴിച്ചേച്ചാ ചെയ്യുന്നത്. അപ്പോൾ വേഗം ആവുകയും ചെയ്യും, പക്ഷെ ഒരുപാട് എണ്ണ കാണും. നമുക്ക് അത്രയും എണ്ണ വേണ്ടാത്തതുകൊണ്ടും നമ്മൾ ഇച്ചിരി വഴറ്റാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നു ആ പാട്. ചിക്കനകത്ത് ഉപ്പുണ്ട്, അരപ്പിനകത്ത് ഉപ്പുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളി ഒന്ന് വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പേ. ഇപ്പൊ ഇട്ടിരിക്കുന്ന നോർമൽ സോൾട്ട് ആണ്, മറ്റേ ബ്ലാക്ക് സോൾട്ട് അല്ല. അഥവാ ബ്ലാക്ക് സോൾട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാവേ. ഓക്കെ, നമ്മുടെ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞ്, ഇത് മൊരിയൊന്നും വേണ്ട, നന്നായിട്ട് വഴന്നാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തക്കാളി നമ്മൾ അരച്ചു വെച്ചേക്കുന്നില്ലേ, അത് ചേർക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പൊടികളെല്ലാം ചേർക്കണം. കാര്യം പൊടിയുടെ പച്ചച്ചൊവ്വയൊന്ന് മാറാനുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ചിക്കൻ ടിക്കായിൽ ചേർത്ത അതേ പൊടികളാ, പ്ലസ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പൊ അതെല്ലാം ടീസ്പൂൺ കണക്കാണ്. ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ ഗരം മസാലയുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്തേച്ചാൽ മതി. ഇനി ഈ പൊടി ഈ നമ്മുടെ തക്കാളിയുടെ വെള്ളത്തിനകത്തൊന്ന് കിടന്നേച്ച് നല്ലോണം ഒന്ന് വെന്ത് ആ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അതാണേ പരുവം.
എന്തായാലും ഞാൻ വെക്കുന്ന കറിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അത്രയും നിറം വരികയില്ല, ബിക്കോസ് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. പക്ഷെ അതിന് പകരം ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ നിറം മാത്രമേ എൻ്റെ ചിക്കൻ കറിക്ക് വരത്തുള്ളേ. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഒരു പരിധി വിട്ട് ചേർക്കുകയാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതിന് ആ ഒരു റെഡിഷ് ടിൻ്റ് ഒത്തിരി മാറിപ്പോവും, ഒരു യെല്ലോയിഷ് കളറാവും. അപ്പോൾ ഒരുപാട് മഞ്ഞപ്പൊടി ചേർക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഈസ് ഓൾവേസ് സേഫ് അല്ലേ. നമുക്ക് എപ്പോഴും ഫുഡിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ പിന്നെ നമ്മളത് ചേർക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മുടെ പൊടി ഒന്ന് മൂക്കാനും എണ്ണ തെളിഞ്ഞ് കിട്ടാനും വേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിക്കും. അന്നേരം ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് പൊടിയും വേവും എണ്ണയും തെളിയും. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചോട്ടെ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നോക്കിയേച്ച് അഥവാ എരിവൊക്കെ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ അത് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അതിപ്പോൾ ചേർക്കാം. കാര്യം ഇപ്പം ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ പച്ചച്ചോവയൊന്നും മാറിക്കിട്ടുവേ. എന്നുവെച്ചാൽ നോക്കിയേ, നമ്മുടെ ഈ ചട്ടിയിലാന്നേൽ എണ്ണ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഏകദേശം പറ്റി. ഇനി മൊത്തം ഒന്ന് പറ്റിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്നാണെന്നറിയാവോ, നമ്മൾ ചിക്കൻ ചേർക്കാൻ നേരത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫുൾ വെന്തിട്ടില്ല എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ. അന്നേ അല്ല, കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. അന്നേരം ചിക്കൻ വേവാനുള്ള ഒരു വെള്ളം നമ്മൾ ഇനി ഒഴിക്കുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരിക്കലും പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. കാര്യം ഇത് നല്ല ചൂടാ, ചിക്കൻ നല്ല ഹാഫ് കുക്കായി ഇരിക്കുക. അപ്പോൾ പിന്നെ പച്ചവെള്ളം എടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഇതൊന്ന് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല കറിയിൽ പച്ചവെള്ളം ചുവയ്ക്കും. അത് കറക്റ്റാട്ടോ. അതെന്നാ ചുവയാന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ നോക്കുന്നത്, ആ പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കും. പച്ചവെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്നും എന്നോട് ചോദിക്കരുത്, അതിന് സ്വാദുണ്ട്. ഓക്കെ, ഏതാണ്ട് എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞേ. ഞാൻ ആ ഒഴിച്ച വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞു. ഇനി ഞാൻ വേണ്ട ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു ബട്ടർ ചിക്കൻ്റെ ഫാമിലിയിൽ പെടുന്ന കേട്ടോ. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ചിക്കൻ വേവാനുള്ള വെള്ളം. ഭയങ്കര ഗ്രേവിയുള്ള ഒരു കറിയല്ല ഇത്, ഒന്ന് സെമി ഗ്രേവിയുള്ള കറിയാണേ. ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് നോക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കനകത്തുള്ള ഉപ്പും കൂടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പ് തീരുമാനിക്കാം. എരിവെല്ലാം ഒരുപാട് ഇങ്ങനെ പറയുന്ന എരിവല്ല, കുറച്ച്, അതായത് ബട്ടർ ചിക്കൻ ഒന്നും വലിയ എരിവില്ലല്ലോ. പക്ഷെ എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചൊരു എരിവ്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഇച്ചിരി എരിവ് മുന്നേ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് വേവുന്ന സമയത്ത് ഇതിന് ബേസിക്കലി ഒരു ടേസ്റ്റ് എൻ്റെ ഇതാണ്. ഇത് സാധാരണഗതിയിൽ വാങ്ങാൻ നേരം ഇടാൻ ഒഴിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ചിക്കനകത്തോട്ട് ഇച്ചിരി ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു ഹാഫ് പോർഷൻ ഒഴിക്കുക. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി നേരമായിട്ട് ഒഴിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ പകുതിയേ ഒഴിക്കുന്നുള്ളൂ. പകുതി എന്ന് പറയുമ്പോൾ ബാക്കി എനിക്ക് ഒരു ഇച്ചിരി വാങ്ങാൻ നേരം ഡെക്കറേഷൻ പോലെ ഒഴിക്കണ്ടേ. എന്നാൽ ചിക്കനിലും ഗ്രേവിയിലും ഒക്കെ ക്രീമിൻ്റെ ഒരു എഫക്റ്റ് വരുകയും വേണം. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നേരത്തെ ഒഴിച്ചെന്നേ ഉള്ളൂ. ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാര്യം ഇതിനകത്ത് ഒരുപാട് വെള്ളം വേണ്ട. ചിക്കൻ ഇനി ഒന്ന് വെന്താൽ മാത്രം മതി. അതിനകത്ത് ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് കസൂരി മേത്തിയാണ്. അപ്പോൾ അതും ഞാൻ ഇച്ചിരി ഗ്രേവിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ
ലാസ്റ്റ് വാങ്ങാൻ നേരം ഏറ്റക്കുറച്ചിൽ എന്നാന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാനുമില്ല. ഞാൻ കംപ്ലീറ്റ് ചേർത്തു. ഇനി ഗരം മസാലയുടെ ഒരു ഫ്ലേവർ കുറച്ച് മുന്നേ വേണം തോന്നുകയാണ്, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നേ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് ചേർക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് അത്രയും വേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് തന്തൂരി ടേസ്റ്റ് ആണെങ്കിൽ കുറച്ച് കടുകെണ്ണ ചേർത്തോളൂ, അല്ലെങ്കിൽ എള്ളെണ്ണ. ഇതിലേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റാണ്. എനിക്ക് ഇത് എന്താ പറയുക, വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതിനോടാണ് എനിക്കിഷ്ടം. പ്ലസ് ബട്ടറും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ പാലറ്റിന് ചേരുന്നത് ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. അപ്പം ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക, ബട്ടർ ചിക്കൻ ഫാമിലിയിൽ പെടുന്ന ഒരു ചിക്കനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. ഇത് ഇനി എന്താ പറയുക, വേവാനുള്ളൊരു സമയമുണ്ട്. അപ്പം ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് അഞ്ജലി നായരും മോളും കൂടിയാണ് വരാൻ പോകുന്നത്. ആരാ എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലേ? സടകൂടെ ഞെണീറ്റ കുഞ്ഞിന് എന്റെ സ്പെഷ്യലും കൂടെ ഞാൻ തരാം. എങ്ങനെയാ, ഭക്ഷണം കഴിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, അതോ സംസാരിച്ചോണ്ട് ഭക്ഷണം കഴിക്കണോ, അതോ പറഞ്ഞിട്ട് കഴിക്കണോ? എങ്ങനെയാലും കുഴപ്പമില്ല. അല്ല, കൊച്ചിന്റെ എനർജി കളയണ്ടല്ലോ അല്ലെ. മക്കൾ ആദ്യം ഒരു പ്ലാൻ ഒക്കെ പറഞ്ഞ ഞാനും ഒന്ന് നന്നാവാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോ തന്നെ ലൈസൻസ് എടുക്കണം, എന്തായാലും എടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഡ്രൈവ് ചെയ്യണം. ലൈക്ക് ഇപ്പൊ അമ്മേനെ ഞാൻ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോ ഒരു 5 മിനിറ്റ് കടന്നിട്ട് വരാം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ആ ഒരു മൂഡ് ശരിയാവണമല്ലോ. അപ്പൊ ഞാൻ 18 വയസ്സായി ലൈസൻസ് എടുത്തിട്ട് എനിക്ക് അപ്പൊ പോണം എന്ന് തോന്നി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ട് വരും. കൊച്ചി തന്നെ, ലൈക്ക് അങ്ങനെ പോല, ലൈക്ക് കൊച്ചി തന്നെ. ലൈക്ക് ഇപ്പൊ എനിക്ക് ചിലപ്പോ ഇങ്ങനെ കലൂർ സ്റ്റേഡിയം നടക്കാൻ തോന്നും, അപ്പൊ ഞാൻ അതിനെ വണ്ടി എടുത്ത് പോകും, അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കറന്റ്ലി എനിക്ക് ആവേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ലൈക്ക് ഒരു കൗൺസിലിംഗ് പോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് വലുതാവുമ്പോ. ലൈക്ക് അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവാൻ, ലൈക്ക് അങ്ങനെ ഒരു സംഭവം ആവണം എന്ന് ആഗ്രഹമുണ്ട്. അവരെ ഹെൽപ്ഫുൾ ആക്കുന്ന ചെയ്യാൻ പറ്റുമോ അങ്ങനെ. അതെ അതെ, അങ്ങനെ. ഇത് രണ്ടുമാണ് മെയിൻ പ്ലാൻസ് ആയിട്ട് ഇപ്പൊ ഉള്ളത് കറന്റ്ലി. നീ മാറും തോന്നില്ല. കറന്റ്ലി ഉള്ള പ്ലാന് ഭയങ്കര എന്റെ ദൈവമേ, ഈ പ്രായത്തിലൊക്കെ നമ്മൾ ഇത്രയും പോലും ആലോചിച്ചോ? ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, പഠിക്കണ്ട, കോളേജിൽ പോകണ്ട, ഇതാണ് ഇവളുടെ മനസ്സിലുള്ള. പിന്നെ ഫിനാൻഷ്യലി ചോദിക്കുകയാണെങ്കിൽ ഒരു 40% കിട്ടുകയാണെങ്കിൽ 20% സേവ് ചെയ്തിട്ട് ബാക്കി 20% ചെലവാക്കും. അങ്ങനെ സേവ് ചെയ്ത് പോകും. ട്യൂഷൻ എടുക്കോ? ഞാൻ വരാം ആദ്യം. ഫസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് വരട്ടെ. ഇപ്പൊ പ്രേക്ഷകർ തന്നെ എന്നോട് പറയുന്നുണ്ടാവും കേട്ട് പഠിക്കണം. അല്ല, ശരിക്കും പറഞ്ഞ ആക്ച്വലി ടു ബി ഫ്രാങ്ക് അല്ലെ, നമ്മുടെ ജനറേഷൻ സമയത്തും ഇപ്പത്തെ ജനറേഷന് ഡിഫറൻസ് ഇതാണ് അല്ലെ. വെരി വെൽ പ്ലാൻ. ഞാൻ ഓരോ സെറ്റിലൊക്കെ നിൽക്കുമ്പോ എന്നെ വിളിക്കും, അടുത്തുള്ള ഒരു കുട്ടിയും വരും വീട്ടിൽ നിന്ന്, ഇവളെ കൂടെ കളിക്കാൻ വേണ്ടിട്ട്. ഇവളുടെ ഒരു ഏജ് ഉണ്ട് ആ കുട്ടിക്ക്. അപ്പൊ എന്നെ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ പറയാം എന്താവണി, അല്ലമ്മ ഇപ്പം ചൂട് സമയമാണ്, ചൂട് കാലഘട്ടമാണ്. അപ്പം ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് നാരങ്ങ വെള്ളം കൊടുക്കാം. അപ്പം അതിൽ നിന്ന് ഒരു 10 രൂപ വെച്ചിട്ട് അതൊരു ഇൻകം അല്ലേ എന്ന് പറയും. ഞാൻ പറയുന്നത് ഈ ചൂട് കാലഘട്ടം ആയതുകൊണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നാരങ്ങ വെള്ളം കൊടുക്കാം. ശരിയല്ല, ശരിയല്ലേ? പ്ലാൻ എ ഡ്രോപ്പ്, പ്ലാൻ ബി. അമ്മേ, നമ്മുടെ ഫ്ലാറ്റില് ഒരു പാവക്കുട്ടി ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട്, എന്താണ് പറയണേ, ക്രോഷേ ചെയ്യും. അതല്ല, സത്യം പറഞ്ഞ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൻഡ്രേസ് ആന്റി പറഞ്ഞിട്ട്, ഒരു BNI പറഞ്ഞ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. അപ്പൊ ആന്റി ഭയങ്കര ബിസിനസ് ഐഡിയ ഉള്ളതാണ്. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, ബിസിനസ് ചെയ്യണല്ലേ, വരൂ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഡിസിഷനിലെത്തി. ഞാനിങ്ങനെ എംബ്രോയിഡറി ചെയ്യും, ലൈക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ഓരോ ലൈക്ക് വർക്ക് ചെയ്യില്ലേ, ഫ്ലവർ ലൈക്ക് ഓരോ ആന ഒക്കെ ഉണ്ടാക്കില്ലേ ഡ്രസ്സിൽ, അങ്ങനെ ആന്റി ക്രാഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹാമ്പറിൽ
ഒരു ലൈക്ക് കുട്ടികൾക്കുള്ളൊരു തിന്നായിട്ടുള്ളൊരു വൈറ്റ് പ്ലെയിൻ ഡ്രസ്സിൽ ഞാൻ എന്തെങ്കിലും ആർട്ട് വർക്ക് പോലെ എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ ക്രോഷേ വെച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാം. ന്യൂ ബോൺ ബേബീസിന്. അപ്പൊ സെക്കൻഡ് പ്ലാനുമായിട്ട് വരും. പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അമ്മേ. ഇനി അധികം അമ്മയ്ക്ക് ക്ലോത്ത് ഒക്കെ വാങ്ങാൻ പൈസ കളയണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ പാവ ഉണ്ടാക്കുന്ന ഒരു ആന്റി ഉണ്ട്, ക്രോഷേ ചെയ്യുന്ന അത് നമുക്ക് ടോയ്സ് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ വിൽക്കാം. പിന്നെ അങ്ങനെ പല പല ബിസിനസ് ഐഡിയാസ് ആണ് അവണിക്ക്. ഒന്നൊന്നുമല്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അല്ല ചോദിച്ചു എന്തായിരുന്നു ആ പാവയുടെ പേരെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കാട്ടോ പാവയുടെ പേര്. എന്നോട് പറഞ്ഞേ. ക്രോഷേ. ക്രോഷേ. നൂല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മള് ചില ഞങ്ങളൊക്കെ നൂലുകൊണ്ട് ആപ്പാടെ കണ്ടിട്ടുള്ള ഒരു ബുളൻ നൂലാണ് അല്ലേ. അത് വെച്ചിട്ട് ഞങ്ങള് മാക്സിമം പോയി സ്വെറ്റർ അല്ലെങ്കിൽ ഒരു അത്രയൊക്കെ ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ ലെവൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ ക്രോഷേ അല്ലേ, ക്രോഷേ ഇങ്ങനെ കുറെ വാക്കുകൾ എന്തായാലും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു കാര്യം ചോദിച്ചിട്ട്, അമ്മയായാലും മോളായാലും ആക്ട്രസ് ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമുക്ക് ഈ പബ്ലിക്കിലൊക്കെ പോകുമ്പോഴും ഒക്കെ അല്ലേ, നമുക്ക് സോഷ്യൽ മീഡിയ ഇസ് ഓൾവേസ് ദെയർ. നമുക്കൊരു പ്രൈവസി ഇല്ലാന്നോ അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ മോക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അവൾക്ക് തോന്നാൻ കാരണമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഭയങ്കര ഓപ്പൺ ആണ് പബ്ലിക്കിലേക്ക്. എന്നെ എവിടെയും കാണാം, മീൻ മാർക്കറ്റിലും കാണാം, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നിടത്തും കാണാം, എല്ലായിടത്തും കാണാം. പീപ്പിൾ എന്നെ ചീത്ത പറയും, പൊന്നമ്മേ കുറെയൊക്കെ വേറെ ആൾക്കാരെ വിടൂ, അല്ലെങ്കിൽ വേറെ. ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ഉള്ളിലത്തെ അതല്ലേ, ഞാൻ ഇപ്പൊ എത്ര ഞാൻ വലുതായാണെങ്കിലും എനിക്ക് അതല്ലേ എനിക്ക് ആവാൻ പറ്റും. അപ്പം ഞാൻ എല്ലായിടത്തും ഉണ്ട്. എവിടെ ഓണം പരിപാടി അവതരിപ്പിച്ചാലും, എവിടെ എന്തെങ്കിലും വീട്ടിൽ പരിപാടി അവതരിപ്പിച്ചാലും, ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ ആദ്യം ഫ്രണ്ടിൽ കയറി നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള 1000 പേര് ഇങ്ങനെ സിനിമ നടി തന്നെയാണോ, ഇവരെങ്ങനെ ഇങ്ങനെ ഇത്ര ലോ ആവുന്നത്, അല്ലെങ്കിൽ ഇത്ര ഇതാവുന്നത്, എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നത്, ഇത്ര ഓപ്പൺ അപ്പ് ആവുന്നത്, നമ്മളോടൊക്കെ നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെന്ന് അങ്ങനെ അവർക്ക് മൈൻഡിൽ അതങ്ങ് കയറുന്ന രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കാണാം. പർച്ചേസിങ്ങിന് പോയാലും എവിടെ പോയാലും ഒക്കെ ഞാൻ അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ആവണി അതെടുക്കല്ലേ, അമ്മ സിനിമ നടി ശബ്ദം കുറച്ചിട്ട് എടുത്ത് വയ്ക്കുമ്പോ അമ്മ. അപ്പൊ അതും ഞാൻ പറഞ്ഞ അതും അതെടുക്കല്ലേ, അമ്മേ സിനിമ നടി അപ്പൊ അവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കും, ഇതെന്റെ അമ്മയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ കണ്ടു നിൽക്കുന്നോണ്ട് അവൾക്ക് അങ്ങനെ എവിടെയും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവൾക്ക് എവിടെയും പോവാ, എല്ലാം ചെയ്യാം. അവളെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയല്ലോ എന്നെക്കാളും നന്നായിട്ട്. എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പം എന്നെങ്ങനെ മാറി ആവണി ഫിനിക്സില്ല ആവണി എന്നെ മിക്ക സിനിമയിലും കറുപ്പിക്കുകയാണ്. ദൃശ്യം 2 തന്നെ കറുപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ സിനിമയിലും എനിക്ക് ഡൾ മേക്കപ്പ്. എന്നെ പെട്ടെന്ന് നേരിട്ട് കാണുമ്പോൾ ഒരു 60% ആളുകൾക്കും സംശയമാണ്, ഈ കുട്ടിയാണോ കുട്ടിയാണോ കുട്ടി സീരിയലിലല്ലേ എന്നൊക്കെ ചോദിച്ചോളയും. അപ്പൊ അതുകൊണ്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സേഫ് സോണാ. ഇവളെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ആവണി ഫിനിക്സിൽ കൈയൊടിച്ച കുട്ടികളൊക്കെ പെട്ടെന്ന് ഓടി വരും, കൈയൊടിച്ച ചേച്ചി ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറയും കണ്ടോ റെക്കഗ്നൈസ് ചെയ്ത് കണ്ടോന്ന് പറയും. പക്ഷെ അതൊരു ഇഷ്ടാവുന്നുണ്ട് അല്ലെ റെക്കഗ്നൈസ് ചെയ്യുമ്പോ. ചില കുട്ടികളൊക്കെ കൈന് ഓക്കെ ആണോ ചേച്ചി എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ അമ്മ ഇങ്ങനെ ഭയങ്കര ഒച്ചയിട്ട് വർത്താനം പറയുമ്പോഴും ഒക്കെ അമ്മ പതുക്കെ അമ്മ ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കത്തില്ല. അത് പറയുന്നതിന് മുമ്പ് ഓടും. അങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഡ്വൈസ് അമ്മയ്ക്ക് കൊടുക്കുമ്പോഴേ ഭാവിയിൽ ഒരു ആക്ട്രസ് ആവുകയാണല്ലോ ആവണി ഇപ്പൊ. അപ്പൊ അങ്ങനെ ആയിരിക്കോ ആവണി? അങ്ങനെ ആയിരിക്കോ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിരിക്കും, അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ പോയി അങ്ങനെ ബഹളം വെക്കില്ല, ഇപ്പൊ അമ്മ കാണിക്കുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഇല്ല. അതെ അതെ. ഇത് സംസാരമാണ്. ആവണി എങ്ങനെയായിരിക്കും ഒരു വലിയൊരു ആക്ട്രസ് ആയി കഴിഞ്ഞാൽ? നമ്മളൊരു മനസ്സിനകത്തൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ വലിയൊരു ആക്ട്രസ് ആവുന്നുണ്ട്, ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പോകുന്നുണ്ട്, ഇപ്പൊ അമ്മ ചെയ്യുന്ന പോലെയൊക്കെ എല്ലായിടത്തും ഞാൻ പോകുമോ? അങ്ങനെയൊക്കെ ഒരു എന്തായിരിക്കും പ്ലാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ അവന് ഭയങ്കര ഒരു ആക്ട്രസ് ആയി, പോകുന്ന പോലെ ലോക്കൽ സ്ഥലത്തൊക്കെ പോകുന്ന പോലെ നീ പോകുന്ന ഞാൻ ഡൗൺ ടു എർത്ത് ആയിരിക്കും ഒബ്വിയസ്ലി. അങ്ങനൊന്നുമില്ല. പിന്നെ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും. പിന്നെ ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒച്ച റേസ് ചെയ്യില്ല. ഞാൻ ഒച്ച കുറച്ച് ഇതുപോലെ ആയിരിക്കും സംസാരിക്കുക. എത്ര ഔട്ട് ഓഫ് കൺട്രോൾ ആയാലും അതിനെ പീസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ അതെ. ഇപ്പോഴേ ട്രെയിൻഡ് ആണോ എങ്ങനെ ഈ പറഞ്ഞ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാനും? നമ്മളൊക്കെ ആണെങ്കിൽ പീസ്ഫുൾ ആയവരെ എങ്ങനെ ട്രെയിൻ ആക്കാൻ പറ്റുമെന്നാണ് എന്റെ ചെവിയിൽ വന്നിട്ട് പറയും, അമ്മേ ഒച്ച ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, ഞാനിത് വാങ്ങിച്ചോട്ടെ, കടയിലൊക്കെ എത്തുമ്പോഴേ ഇത് വാങ്ങിച്ചോട്ടെ, ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിങ്ങനെ ന്യായങ്ങൾ വേണ്ട, അതാണ് ഇത്. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ ഓക്കെ ശരി. പിന്നെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കും,
നോട്ടത്തിൽ മനസ്സിലായി, വാങ്ങുന്നില്ല, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അടുത്ത് പറയും. അല്ല പക്ഷേ അത് നല്ലൊരു കാര്യ അല്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാണക്കേട് തോന്നുന്നു, ഞാനൊന്നും ഇത്രയും ചിന്തിച്ചില്ലല്ലോ എന്നല്ലേ. സോറി കേട്ടോ, ഞാൻ എന്തായാലും ഭക്ഷണം തരട്ടെ. ഓക്കെ. അഞ്ജലി പേടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഒരിക്കലില്ല, ചേച്ചിയുടെ ഫുഡ് ആയതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. ഓക്കെ, സാലഡ് കഴിക്കോ കുഞ്ഞ്? സാലഡ്സ് ഇഷ്ടമാണ് ചേച്ചി, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല. അതെ, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ എങ്ങനെ കഴിക്കുന്നത്? ഓ അത് മോശമല്ലേ? ഓക്കെ. അപ്പൊ ഒന്നും പറയല്ല, നീ എന്താ അഭിപ്രായം പറയും, കേക്കട്ടെ. എക്സ്പ്രഷനിലാണ് എല്ലാരും ഇരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ആണോ? ഞാൻ സാധാരണ പൊറോട്ട ലവർ അല്ല, പക്ഷെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷൻ ആണോ? എന്റെ ദൈവമേ, ഒരു കാര്യം ഉറപ്പാട്ടോ, കൊച്ചുള്ളതുപോലെ ഉള്ളതുപോലെ പറയുവേ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നീ പറയൂന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറയും. ആ എക്സ്പ്രഷൻ ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ച അവളിങ്ങനെ വല്ലതും പറയും, അങ്ങനെ കുഴപ്പമില്ല എന്നാ പറയാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. താങ്ക് യു, വെൽക്കം. അതാ ഇനി വലിയൊരു ആക്ട്രസ് ഒക്കെ ആകുമ്പോഴും ഇവിടെ വരണം കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ? അപ്പോഴത്തേക്ക് സമയമില്ല അങ്ങനെയൊന്നും പറയല്ലേ. എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളത് നേരത്തെ പ്ലാനിങ് ഒക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പാടല്ലേ. ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ഇന്നതൊക്കെ മതി എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, വെൽ പ്ലാൻഡ് പിള്ളേരാ. അത് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ പിള്ളേരെ കണ്ടുപിടിക്കേണ്ട ഈ കാര്യങ്ങളാണ്. അവർക്ക് എല്ലാം വെൽ പ്ലാൻഡ് ആണ്. അല്ലാതെ നമ്മളെ പോലെ ഈ പറഞ്ഞ പോലെ 50 വെച്ചിട്ട് 100 ചെലവാക്കുന്ന പരിപാടിയൊന്നും ഇപ്പോഴത്തെ പിള്ളേരില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ആവണം എന്ന് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് അവരവരുടെ ലൈഫിനെ പക്ക പ്ലാൻ ആണ്. പിന്നെ ഞാനിപ്പോ സ്കൂളുകളിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽസ് ഇങ്ങനെ തലയിൽ കൈവയ്ക്കും. ഇവൻ ഞാൻ പഠിച്ച സ്കൂളിൽ പോയാലും മറ്റുള്ള സ്കൂളിൽ പോയാലും അവൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ 1, 2 പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രേമലേഖനം എഴുതി അങ്ങനെ കൊണ്ട് എറിയാം. ഭയങ്കര സംഭവങ്ങളാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് എന്തൊക്കെയോ ഒരു ലവ് ചിഹ്നം, ഒരു LOV, സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിരിക്കും. അതാണ് ഇതാണ് മിസ് യു എന്നൊക്കെ പറഞ്ഞു. സ്പെല്ലിംഗ് ഒന്നും ഒരു വിഷയമേ അല്ല. ഇതെടുത്ത് അപ്പുറത്തേക്ക് എറിയാ, അതൊന്ന് ഇപ്പുറത്തേക്ക് എറിയാ. ഇപ്പൊ ഒരു ദിവസം ഇതേപോലെ ഒരു സ്കൂൾ വണ്ടി എന്റെ മുമ്പിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. അപ്പൊ ഡ്രൈവറോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇറക്കി വിടും, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അല്ല ചേച്ചി അവളൊന്നും പറയരുത്. അപ്പൊ ഞാൻ എന്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവള് വേഗം ബാഗ് എടുത്ത് അകത്തേക്ക് ഓടുന്നു. 2 ലഞ്ചാണ്, ബാഗ് എടുത്ത് അകത്തേക്ക് ഓടുന്നു. ഒരു പേപ്പർ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് മുറ്റത്തേക്ക്. അപ്പൊ ചോദിച്ചു എന്താ വെച്ചാൽ അല്ല ആ കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്താരോ. ശരി ആയിക്കോട്ടെ. അകത്ത് കയറുന്നു. ഇവിടെ പറയുന്ന അമ്മേ ജോവനാ അമ്മേ ലവ് ലെറ്റർ തന്നെ. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ, നിന്നെ ഇഷ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. വലിയ ആളാവുമ്പോ കല്യാണം കഴിക്കുമ്പോ എന്റെ അടുത്ത് അമ്മേന്റെ അടുത്ത് വരട്ടെ, സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയിട്ട് ലവ് ലെറ്റർ മെല്ലെ ഇവളെ അറിയാതെ നോക്കുന്നു. അതിൽ വേറെന്തോ ഒരു പേര് കാണുന്നു, ജോവനല്ല. അകത്തേക്ക് കയറി വരുന്നു ഇവിടെ എൻ്റെ അടുത്ത്. അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തോണ്ട് ഞാൻ പേര് മാറ്റി പറഞ്ഞത്. റിയാക്ഷൻ നോക്കിയിട്ട് കുറച്ച് പേരും പറഞ്ഞേ ജോവൻ പറഞ്ഞു അമ്മ വഴക്ക് പറയുമല്ലോ. അതായത് ഒരു പേര് ആദ്യം പറഞ്ഞാൽ അവന് പടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് കൊടുക്കട്ടെ, മറ്റേ ആളപ്പൊ പ്രതിയാവരുത്. അതുകൊണ്ട് ആക്ച്വലി ഭയങ്കര ശ്രദ്ധിച്ചോ കൊച്ചിന്റെ ഓരോ. അതുകൊണ്ടൊക്കെയാണ് ഭയങ്കര അങ്ങനെ അവള് പ്ലാൻഡ് ആണ് ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇപ്പോഴും ഇവള് വലുതായി കഴിയുമ്പോൾ ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും 27 ഒക്കെ വയസ്സാകുമ്പോഴേക്കും നിന്ന് വലുതായിട്ട്, ഞാൻ 23 കല്യാണം കഴിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണ്ട, 27 ആണ് നിനക്ക് ആപ്റ്റ്. ഞാൻ കുറെ ജോത്സ്യന്മാരുടെ ഒക്കെ ചോദിച്ചു. അപ്പൊ 27 ആകുമ്പോ ഈ കുട്ടികളോടൊക്കെ എന്നെ വന്ന് കാണാൻ പറയാം, നമുക്ക് സെറ്റ് ആക്കാം, ഓക്കെ ഉള്ളവരെ നമുക്ക് സെറ്റ് ആക്കാന്ന് പറയും. അതിനു മുമ്പ് കൊച്ചു വിടുമെന്ന് പറയാം എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടം, അമ്മ ഇനി ആരെ സെറ്റ് ആക്കണ്ടെന്ന് പറയും അല്ലേ.
അതാ ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് കേട്ടോ. കൊച്ചി ഇത്രയും പ്ലാൻഡ് ഒക്കെ ആയതുകൊണ്ട് സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി ഇവിടെ വന്നതിലും. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത്രയും ഒരു ബിസി ആർട്ടിസ്റ്റ് ആണ്. മാത്രമല്ല ആർട്ടിസ്റ്റ് ബിസിനെക്കാട്ടിലും എത്രയോ എന്താ പറയാ ആർട്ടിസ്റ്റിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നു അല്ലേ. ആ ഒരു ഡെപ്ത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അതിന് ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് ടു യു. എനിവേ താങ്ക് യു വെരി മച്ച്. അഞ്ജലി തിരിച്ച് എന്റെ അടുത്ത് പിന്നെയും വന്നാൽ ഐ എം സോ ഹാപ്പി. thank you so much. അത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നതിനാണ് എനിക്ക് എക്സ്പെഷ്യലി സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. അമ്മയാണ് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ അവളെ ഒന്ന് റിവീൽ ചെയ്യാൻ അത് പറ്റിയല്ലോ, അതൊരു നല്ല കാര്യല്ലേ. എനിവേ ഇനി വരിക, വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വരിക. എനിവേ ഞങ്ങളുടെ ബ്ലെസ്സിങ്സ്, അതായത് ആന്റിയുടെയും പ്രേക്ഷകരുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എനിവേ അഞ്ജലി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഞങ്ങളെ കാണാൻ വരണം കേട്ടോ, അന്വേഷിച്ച്. എനിവേ താങ്ക് യു വെരി മച്ച്. ആ ചെറുത് കുറുമ്പിനടുത്ത് അന്വേഷണം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ അഞ്ജലി എന്നെ ഫോട്ടോ കാണിച്ചു, ഭയങ്കര കുറുമ്പത്തിയാന്നുള്ളത് ആ ഫേസിൽ എഴുത്തി ഒട്ടിച്ചിട്ടുണ്ട്. അവളി ഒതുങ്ങുന്ന കാര്യം ഉറപ്പാ, കാരണം അവളെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാധനമാ ചെറുതല്ലേ. എനിവേ അതിനകത്തൊരു കുറുമ്പും ഒരു എന്താ പറയാ ഒരു കൂടപ്പുറപ്പിന്റെ ഒരു സ്നേഹം അതൊക്കെ വളരുമ്പോ മനസ്സിലാവും അല്ലേ. എനിവേ അതെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.